സൂര്യപ്രഭയെന്നും തേജസ്സോടെ വാഴും എൻ പ്രിയൻ കൂടെ ഞാനും സൂര്യതുല്യനാകും. സൂര്യപ്രഭയെന്നും തേജസ്സോടെ വാഴും എൻ പ്രിയൻ കൂടെ ഞാനും സൂര്യതുല്യനാകും. പരമാനന്ദമേ പരത്തിലെന്നുമേ പരിചിലേശുവിൻ കൂടെ വസിച്ചിടാമെന്നും. നമുക്കിന്ന് ചിന്തയ്ക്കായിട്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, രണ്ടാമത്തെ ലേഖനം, അതിന്റെ 2-ാമത്തെ അധ്യായം 14-ാം വാക്യം ഒന്ന് വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചു. ട്രാക്ട് മിനിസ്ട്രിയുടെ പ്രവർത്തനം മനുഷ്യരെ രക്ഷയ്ക്ക് വിളിക്കുക, തെരുവിലിറങ്ങി നിന്ന ആളുകളോട് ഇതാ ക്ഷണക്കത്ത് കൊടുക്കുക സ്വർഗത്തിലേക്ക്, അല്ലേ? അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കരോട് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചു. ലക്ഷ്യം എന്താണ്? യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കണം, അതാണ് ലക്ഷ്യം. അതിനുവേണ്ടി ആരാണ് രക്ഷയ്ക്ക് വിളിച്ചത്? അവൻ ഞങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചു. അവൻ എന്ന് പറഞ്ഞാൽ ആരാ? പിതാവാം ദൈവം. അതിന്റെ മുകളിലത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോൾ സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. പിതാവാം ദൈവം നമ്മെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു, അല്ലെ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കണം, അതാണ് പിതാവിന്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആര് വിളിച്ചത്? പിതാവാൻ ദൈവം വിളിച്ചത്. എന്താണ് ലക്ഷ്യം? എന്താണ്? യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കണം. എന്താ മഹത്വം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ടു വിച്ച് ഹി കോൾഡ് യു ബൈ അവർ ഗോസ്പൽ ഫോർ ദി ഒബ്റ്റെയിനിങ് ഓഫ് ദി ഗ്ലോറി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗ്ലോറി ഒബ്റ്റെയിൻ ചെയ്യുന്നതിന്, പ്രാപിക്കുന്നതിന്, നേടിയെടുക്കുന്നതിന് വേണ്ടി. എന്താണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം? എന്താണ് ആ ഗ്ലോറി? മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ, അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. യേശുക്രിസ്തുവിന്റെ തേജസ്, ആ തേജസ് നമ്മളും പ്രാപിക്കണമെന്നാണ് പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം, അല്ലേ? അതിനെപ്പറ്റി എന്താ പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 43-ാം വാക്യത്തിൽ, 13:43, അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. കണ്ടോ, നമ്മൾ ഓരോരുത്തരും അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ ശോഭിക്കും. യേശുക്രിസ്തു എങ്ങനെയാണ്? യേശുക്രിസ്തുവിന്റെ തേജസ് സൂര്യനെ പോലെ, അല്ലേ? വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അതേ തേജസ് നമ്മൾ പ്രാപിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം, അതേ മഹത്വം പ്രാപിപ്പാനാണ് അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഇതിനാണ് തെരുവിൽ പോയിരുന്നെന്ന് നമ്മൾ വിളിക്കണം, അല്ലേ? സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാത്തരം മീൻ പിടിക്കുന്നതുമായ വലയോട് സദൃശം കടലിലേക്ക് എറിയുകയാണ്. എല്ലാത്തരം മീനും വന്ന് കയറും ഇതിനകത്ത്. ലോകാവസാനത്തില് നല്ലത് പാത്രത്തിൽ കൂട്ടി, ചീത്ത എല്ലായിടത്ത് എറിഞ്ഞു കളയും, അല്ലേ? അപ്പോ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ വേണ്ടിയിട്ടാണ് തെരുവിൽ പോയിൽ നിന്ന് നമ്മൾ സുവിശേഷം വിളിച്ചു പറയുന്നത്. നമ്മളെ വിളിച്ചത് എന്തിനാണ്? നമ്മൾ ഓരോരുത്തരും വിളിച്ചു പറഞ്ഞാൽ പോരാ, ഈ മഹത്വം നമ്മളും പ്രാപിക്കണം, അല്ലേ? അതെന്തൊക്കെയാണ് ഈ മഹത്വം? 8:29, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. കേട്ടോ, പിതാവാൻ ദൈവം നമ്മളെ മുൻനിയമിച്ചിരിക്കുക, ഓരോരുത്തരും പേര് പേരായിട്ട്. എന്തിനാ? യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരും. യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരുവാൻ. എങ്ങനെയാണ് യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരുക? 1 യോഹന്നാൻ 1:3 അധ്യായം വായിച്ച്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായ്ക കൊണ്ട് നമ്മെയും അറിയുന്നില്ല.
പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. ഇപ്പോൾ നമുക്ക് ദൈവം തന്ന സ്നേഹം കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നമ്മൾ പാപം ചെയ്തപ്പോൾ ആരുടെ മകനായിരുന്നു? പിശാചിന്റെ മക്കളായിരുന്നു, കോപത്തിന്റെ മക്കളായിരുന്നു. ദൈവം വലിയ സ്നേഹത്താൽ വിളിച്ച് ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ അഡോപ്റ്റഡ് സൺസ്, ദത്തെടുത്ത് തന്റെ പുത്രന്റെ കൂടത്തിൽ കുറെ പുത്രന്മാരെ ഇരുത്താൻ വേണ്ടിട്ട് അല്ലേ? എബ്രായ ലേഖനം 2:10 പറയുന്നത് എന്തെന്നാ? ദൈവം അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായി. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അനേകം പുത്രന്മാരെ, ലോകമെമ്പാടുമുള്ള അനേകം പുത്രന്മാരെ അല്ലേ? എല്ലാ വൻകരകളിലും അനേകം ദൈവമക്കളുണ്ട്. ഇവരെല്ലാം തേജസ്സിലേക്ക് നടത്തണം, യേശുവിനെ പോലെ ആക്കണം, തന്റെ ഏകജാതനായ പുത്രനെ പോലെ ആക്കി തീർക്കണം അല്ലേ? തന്റെ ഏകജാതനായ പുത്രൻ ആദിജാതനാകത്തക്കവണ്ണം അനേകം സഹോദരന്മാരെ അവന്റെ സ്വരൂപത്തോട് അനുരൂപത്തിൽ തീരണം. പിതാവാം ദൈവത്തിന് ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ, ഏകജാതന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. എന്തായി മാറി? ആദിജാതനായി മാറി. നമ്മളെല്ലാം പിന്നാലെയുള്ള സഹോദരന്മാരായി മാറി. ആ മൂത്ത പുത്രന്റെ ഏകജാതന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരണം. അതാണ് നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന്റെ ആഗ്രഹം. അത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ്? ഫോർ ദ ഒബ്റ്റെയിനിങ് ഓഫ് ദ ഗ്ലോറി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എങ്ങനെ യേശുവിന്റെ മഹത്വം, ആ തേജസ് എനിക്ക് പ്രാപിക്കാൻ കഴിയും? എങ്ങനെ സൂര്യനെ പോലെ എനിക്ക് ശോഭിക്കാൻ കഴിയും? എന്താണ് അതിന്റെ പോംവഴി? ഇസ്രായേൽ ജനത്തോട് മോശയോട് പറഞ്ഞു, ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം പണിയണം അല്ലേ? ആ വിശുദ്ധ മന്ദിരത്തിൽ എന്തെന്നാ പറയുന്നത്? സമാഗമന കൂടാരം. അതിന് എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാ? പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരത്തിൽ എന്തെല്ലാം ഉണ്ട്? യാഗപീഠം, താമ്രത്തൊട്ടി. വിശുദ്ധ സ്ഥലത്ത് എന്തെല്ലാം ഉണ്ട്? നിലവിളക്ക്, കാഴ്ചയപ്പത്തിന്റെ മേശ, ധൂപപീഠം. പിന്നെ അതിവിശുദ്ധ സ്ഥലത്ത് എന്തെല്ലാം ഉണ്ട്? നിയമപെട്ടകം. നിയമപെട്ടകത്തിനകത്ത് എന്തെല്ലാം ഉണ്ട്? മണ്ണിട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തലത്തവടി, 2 കൽപ്പലകൾ അല്ലേ? ഈ ചിത്രം നിങ്ങൾക്ക് അറിയാമോ? മനസ്സിലുണ്ടോ ചിത്രം? ശരി, നമുക്ക് നോക്കാം. ആദ്യമേ ആ ലെഫ്റ്റ് കോർണർ ടോപ്പിലൊരു ചിത്രം കണ്ടല്ലോ, ടാബർനാക്കിൾ എഴുതിയിരിക്കുന്നത് കണ്ടോ? മനോഹരമായി ഇസ്രായേൽ ജനം പാളയം ഇറങ്ങിയിരിക്കുന്ന ചിത്രമാണ്. അതിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു യാഗപീഠം കാണാം അല്ലേ? യാഗപീഠത്തിന് തൊട്ടപ്പുറത്ത് എന്ത് കാണാം? ഒരു താമ്രത്തൊട്ടി കാണാൻ പറ്റും. അത് പിന്നെ അടുത്തത് ആ മൂടുപടം കൊണ്ട് മൂടിയിരിക്കുന്ന തിരുനിവാസത്തിന്റെ ചിത്രമാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. അവിടെ വിശുദ്ധ സ്ഥലം എഴുതിയിട്ടുണ്ട്, അതിവിശുദ്ധ സ്ഥലം എഴുതിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? ആദ്യം നമ്മൾ സ്ഥലം എന്ന് പറയുന്ന ഒരു ഭാഗം കാണുന്നുണ്ട് ഇല്ലേ? അത് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നിലവിളക്ക് കാണാം ഇല്ലേ? വലതുവശത്തേക്ക് നോക്കുമ്പോൾ കാഴ്ചയപ്പത്തിന്റെ മേശ കാണാം. തൊട്ടടുത്ത് തന്നെ പുക വരുന്ന ധൂപപീഠം, അത് ധൂപപീഠം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കൃപാസനം കാണാം ഇല്ലേ? ആ നിയമപ്പെട്ടകത്തിനകത്താണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ മണ്ണായിട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തലത്തവടി, 2 കൽപ്പലകൾ അല്ലേ? ഇനി നമ്മൾ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ യേശുവിന്റെ മഹത്വം പ്രാപിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ആ തേജസ് പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ആ കിഴക്ക് നിന്ന് ഉള്ളൊരു വാതിലാണത്. കിഴക്ക് നിന്ന് പ്രവേശിച്ചു വരുമ്പോൾ ഏക വാതിൽ മാത്രമേ ഉള്ളൂ അതിനകത്ത് കയറാനായിട്ട്. സമാഗമന കൂടാരത്തിൽ രക്ഷയ്ക്ക് ഏക വാതിൽ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് യാഗപീഠം. എന്താണ് ആദ്യം കാണുന്നത്? യാഗപീഠം. കർത്താവായ യേശു ക്രിസ്തു പ്രായശ്ചിത്ത പരിഹാരമായി നമുക്ക് വേണ്ടി യാഗമായി തീർന്നതിനെ കാണിക്കുകയാണ് അല്ലേ? അത് ആ യേശുവിന്റെ പ്രായശ്ചിത്ത യാഗത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടുന്ന അനുഭവത്തെ കാണിക്കുകയാണ്. അങ്ങനെ മാനസാന്തരപ്പെട്ട ഒരാള് അടുത്തതായിട്ട് എവിടേക്കാ പോകുന്നത്? താമ്രത്തൊട്ടിയിലേക്കാണ് പോകുന്നത് അല്ലെ? അത് സ്നാനത്തെ കാണിക്കണം. അപ്പോൾ ആദ്യമേ നമ്മൾ രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ രക്ഷയുടെ വസ്ത്രം, തേജസ്സിന്റെ പടി ആദ്യമേ ആരംഭിക്കുന്നു. രണ്ടാമതായിട്ട് സ്നാനപ്പെടുമ്പോൾ അല്ലെ, അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വിശുദ്ധീകരിച്ച് തനിക്ക് തന്നെ ശുദ്ധിയും നിഷ്കളങ്കമേ കറ ചുളുക്കം ഒന്നുമില്ലാതെ തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിന് വേണ്ടി അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ തേജസ്സിന്റെ രണ്ടാമത്തെ പടിയാണ്. അടുത്തതായിട്ട് എന്താണ് ചെയ്യുന്നത്? വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ കാണുന്ന ആദ്യം എന്താണ് കാണുന്നത്? നിലവിളക്ക് അല്ലേ? നിലവിളക്ക് കത്തുന്നത്
എങ്ങനെയാണ്? ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ, അതാണ് വിളക്ക് കത്തിക്കാൻ നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നതിനാണ് നിലവിളക്ക് കാണിക്കുന്നത്. അതിനാൽ ഒരു തേജസ്കരണം നമുക്ക് സംഭവിക്കുകയാണ്, അല്ലെ? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാ, സന്തോഷം അത്ര. അത് കഴിഞ്ഞ് വലതുവശത്തേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? കാഴ്ചയപ്പത്തിന്റെ മേശ കാണുന്നു. അതെന്തിനെ കാണിക്കുന്നു? വചനത്താലുള്ള പോഷണത്തെ കാണിക്കുന്നു. ദൈവവചനം, അല്ലേ? യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾ എന്താണോ ഭക്ഷിക്കുന്നത് അതാണ് നിങ്ങൾ. അപ്പൊ ദൈവവചനത്താലുള്ള പോഷണമാണ് കാഴ്ചയപ്പത്തിന്റെ മേശ കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് എന്താ കാണുന്നത്? അടുത്തതായിട്ട് ധൂപപീഠ കാണുന്നത്. അത് പ്രാർത്ഥനാ ജീവിതത്തെ കാണിക്കുന്നു. അപ്പൊ എവിടെ നിന്നെല്ലാം നമ്മൾ കടന്നു വന്നു? ഒന്ന്, സുവിശേഷ നിമിത്തം രക്ഷിക്കപ്പെട്ടു കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാവും ദൈവമായി സ്വീകരിച്ചിട്ടില്ലേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. അങ്ങനെ ദൈവമകനായി തീർന്നാൽ ആ യാഗപീഠം മുഖാന്തരമായി, ഏക രക്ഷാമാർഗമായ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമായി നാം ദൈവത്തിന്റെ മക്കളായി തീർന്നു. അതിനുശേഷം നമ്മൾ സ്നാനത്തൊട്ടിയിലേക്ക് വന്നു. അതിനുശേഷം ഇവിടെ വന്നു നിലവിളക്കിന്റെ അടുത്ത്, പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ അടുത്ത് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്തായി? വചനം ഭക്ഷിക്കാൻ തുടങ്ങി, അല്ലേ? വചനത്താലുള്ള പോഷണം, കാഴ്ചയപ്പത്തിന്റെ മേശ, വചനത്താലുള്ള ശുദ്ധീകരണം. അടുത്തതായിട്ട് ഒരു പ്രാർത്ഥനാ ജീവിതം ആരംഭിച്ചു. ഇനി അതിനുശേഷമാണ് നമ്മൾ എങ്ങോട്ട് പ്രവേശിക്കുന്നത്? അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. നിയമപെട്ടകത്തിനകത്ത് മണ്ണായിട്ട് വെച്ച പൊൻപാത്രം. അതെന്താണ്? ഗുണമുള്ള നല്ല ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ച് 100 മേനി ഫലം കൊടുക്കുന്നതിന് തുല്യമാണ്. ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയമാണ് ആ പൊൻപാത്രം, അല്ലേ? അപ്പോസ്തലനായ പത്രോസ് എന്താ പറഞ്ഞ? സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞു ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം വന്ന് മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിച്ചു. അപ്പൊ രക്ഷയ്ക്കായി വളരുകയാണ്. മണ്ണായിട്ട് വെച്ച പൊൻപാത്രം പോലെ ഗുണമുള്ള നല്ല ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ച് 100 മേനി ഫലം കൊടുക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എപ്പോഴാണത്? മണ്ണായിട്ട് വെച്ച പൊൻപാത്രം, ഇല്ലേ? ഇനി അടുത്തതായിട്ട് എന്താണ്? 2 കൽപ്പലകൾ എന്താണ്? തന്റെ സ്വന്തം കൈകൊണ്ട് ദൈവം മോശയ്ക്ക് കൽപ്പന എഴുതി കൊടുത്തതാണ്, ഇല്ലേ? അത് രണ്ടും ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്, അല്ലേ? അത് നമ്മുടെ ഹൃദയം എന്ന മാംസപ്പലകയിൽ ദൈവത്തിന്റെ വചനം എഴുതി തരുന്നതിനാണ്, ആത്മാവിനാൽ എഴുതി തരുന്നു. അപ്പൊ വചനവും വചനത്തിന്റെ വെളിപ്പാടുകളും പ്രാപിച്ച് ജീവിതത്തെ ശുദ്ധീകരിച്ച് തേജസ്കരിക്കുന്ന ഒരു അനുഭവമാണ്. വചനം അനുസരിച്ചാണോ എന്റെ ജീവിതം? അതാണ് അതിന്റെ തോതുപോലെ, അതാണ് അതിന്റെ തൂക്കുകെട്ട. വചനമെന്ന് തൂക്കുകെട്ട് പിടിച്ച് ജീവിതം നോക്കുന്ന യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾ സംസാരിച്ച വചനം തന്നെ നിങ്ങൾ ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. ഇതും കൂടി കുറിച്ചാണോ ന്യായം വിധിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഈ സംസാരിക്കുന്ന വചനം എനിക്ക് തന്നെ ഞാൻ അനുസരിച്ചില്ലെങ്കിൽ എന്തായി മാറും? ന്യായവിധിക്ക് കാരണമായി തീരും. ഏറെ ലഭിച്ചവനോട് ഏറെ ചോദിക്കും, അവൻ ഏറെ അടി കൊള്ളും. ഞാൻ അതുകൊണ്ട് ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ, അങ്ങോട്ട് വന്നിട്ട് എനിക്ക് അടി കൊള്ളാൻ നിവൃത്തിയില്ല, ഇവിടെ വെച്ചുള്ള അടിയൊക്കെ തന്നെ ശുദ്ധീകരിച്ച് എടുക്കണേ എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം അപ്പുറത്ത് ചെന്ന് വെച്ച് അടി കൊണ്ടിട്ട് വല്ല കാര്യമുണ്ട്. ഇവിടെ വെച്ച് അടിയൊക്കെ കിട്ടി ശുദ്ധീകരിച്ച് പോവുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ കൽപ്പലകൾ ഹൃദയത്തിൽ വചനം ആത്മാവിനാൽ എഴുതപ്പെടുകയാണ്. ജീവിതം കറക്റ്റാക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അടുത്തതാണ് അഹറോന്റെ തലർത്തപടി. അതെന്താണ്? അത് സ്വീകരിക്കുകയാണ്. ദൈവം തന്നെ സാക്ഷ്യം പറയുകയാണ്. അതായത് ഇസ്രായേൽ മക്കൾ അഹറോനും മോശയ്ക്കുമെതിരെ മത്സരിച്ചപ്പോൾ, പിറുപിറുത്തപ്പോൾ 12 ഗോത്രങ്ങളോടും പറഞ്ഞു ഓരോ വടി കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഓരോ ഗോത്രങ്ങളുടെ പേര് ഓരോ വടികളിലും പ്രഭുക്കന്മാരുടെ പേര് എഴുതി വെച്ചു. ലേവി ഗോത്രത്തിനുള്ള വടിയിന്മേൽ ആരുടെ പേര് എഴുതി വെച്ചു? അഹറോന്റെ എഴുതി വെച്ചു. എന്നിട്ട് തിരുനിവാസത്തിന് മുമ്പിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു ദൈവം. മോശത്തോടെ കൊണ്ടുവച്ചു. പിറ്റേന്ന് എന്ന് നോക്കിയപ്പോൾ അഹറോന്റെ വടി മാത്രം തളിർത്തു പൂത്തു ഫലം കായ്ച്ചു. അതായത് ദൈവം സ്വീകരിച്ചു, അംഗീകരിച്ചു. ആക്സെപ്റ്റൻസ് ബൈ ഗോഡ്. ദൈവം സ്വീകരിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് നമ്മളെയും നമ്മുടെ മരണത്തിന് മുമ്പ് ദൈവം സാക്ഷ്യം പറയണം നമ്മളെ കുറിച്ച്, അല്ലെ? ഭൂമിയിൽ സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിലും സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്. അതെവിടെ പറഞ്ഞിരിക്കുന്നത്? 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാക്ഷ്യം നമുക്ക് ആവശ്യമാണ്. മലയാളത്തിൽ അത് നമുക്ക് ഭാഗികമായിട്ട് കാണാൻ കഴിയും. ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട് കാണാൻ കഴിയുന്നത്. 5:7-8 ഇംഗ്ലീഷിലുള്ളതില് 7-ാം വാക്യം വിട്ടുപോയിട്ടുണ്ട് മലയാളത്തിൽ. അതിങ്ങനെയാണ്: സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്, പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്. പിതാവാൻ ദൈവം നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയണം. പിന്നെ കർത്താവ് യേശുക്രിസ്തു നമ്മെ കുറിച്ച് സാക്ഷ്യം പറയണം. പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് സാക്ഷ്യം പറയണം. ഈ 3 ഒന്ന് തന്നെ. ത്രിയേക ദൈവം നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയണം. അടുത്തതായിട്ടോ ഭൂമിയിൽ സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്, ആത്മാവ്, ജലം, രക്തം. ഈ 3-ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. ദൈവം സാക്ഷ്യം പറഞ്ഞ പല മനുഷ്യരുണ്ട്. അതിൽ ഒരാളാണ് ആര്? ഇയ്യോബ്, അല്ലേ? ഇയ്യോബിനെ കുറിച്ച് ദൈവം എന്താ സാക്ഷി പറഞ്ഞ? ഇയ്യോബ്
നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും. യോബ് നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്ന. ഇല്ലേ? നമ്മൾ ദോഷം വിട്ടകലുന്നവനാണോ? അല്ല. പലപ്പോഴും ദോഷം കാണുമ്പോൾ ഒന്ന് എത്തി നോക്കും, ഒന്ന് കേട്ട് നോക്കും. അപ്പൊ നമ്മൾക്ക് എന്ത് വചനം നമ്മുടെ ഉള്ളിൽ എന്ന് പറയും, ദോഷം വിട്ട് അകലണം, 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 ദോഷം വിട്ട് അകലണം. മനസ്സിലല്ലേ? അപ്പൊ അത് മാത്രമേ ദൈവം നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയുള്ളൂ. അല്ലേ? സഭാപ്രസംഗ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട് എന്താണ്? നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും. അതായിട്ട് ബന്ധിപ്പിക്കണം എങ്ങോട്ടാ? മരണ ദിവസം ജനന ദിവസത്തെക്കാൾ ഉത്തമമാവുന്നു. അല്ലേ? നല്ല പേര്, അതൊരു സാക്ഷ്യം. ഇപ്പൊ നമ്മളിവിടെ സുഗന്ധ തൈലം പൊട്ടിച്ചു, ഒരു വലിയ വൻകൽ ഭരണി സുഗന്ധ തൈലം പൊട്ടിച്ചാൽ ഈ മുറി മുഴുവൻ നിറയും, അടുത്ത മുറി നിറയും, അപ്പുറത്തെ മുറി നിറയും, ചുറ്റുപാടെല്ലാം നിറയും. ഒരുപക്ഷെ അതിന്റെ ശക്തി അനുസരിച്ച് അടുത്ത വീടുകളിലൊക്കെ കിട്ടിയിരിക്കും. എന്നാൽ നല്ല പേരെന്ന് പറഞ്ഞാൽ, നല്ല സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മാത്രമല്ല, പിന്നെ എവിടെയും കിട്ടണം, സ്വർഗത്തിലും കിട്ടണം. ആണ് അഹറോന്റെ തളിർത്ത വടി. ദൈവം നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയുന്ന അനുഭവം. അങ്ങനെ നമ്മൾ എന്തായിത്തീരും? സിദ്ധന്മാരായിത്തീരും. നമ്മുടെ പാട്ടിലെ നീതിമാന്മാരായ സിദ്ധന്മാർ, വേറുത്ത വീരന്മാർ, നീതിമാന്മാരായ സിദ്ധന്മാർ, ജനം വേറുത്ത വീരന്മാർ, ജ്ഞാനം പാടുമ്പോ ഞാനും ചേർന്നു പാടിയിടുമേ. അപ്പൊ എന്താണ് സിദ്ധൻ എന്ന് പറഞ്ഞ അർത്ഥം? ക്യാരക്ടർ ആക്സെപ്റ്റഡ് ബൈ ഗോഡ്. ദൈവത്താൽ സ്വീകരിക്കപ്പെട്ട വ്യക്തിത്വം നാട്ടാം. ദൈവം സർട്ടിഫൈ ചെയ്തൊരു. അങ്ങനെ ഈ തിരുനിവാസത്തിൽ മോശ എല്ലാ ജോലികളും പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ തേജസ്, ഇല്ലേ? തേജസ്. മേഘം മൂലം ഈ പുരോഹിതൻ അങ്ങോട്ട് അടുക്കാൻ കഴിഞ്ഞില്ല. മേഘം വന്ന് മൂടി. ഉദാഹരണം പറഞ്ഞുതരാം. പൊന്മുടിയിൽ പോയിട്ടുണ്ടോ? മേഘമുള്ള സമയത്ത് പോയിട്ടുണ്ടോ? അടുത്ത് നിൽക്കണവരെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ കഴിയില്ല. മേഘം തിരുനിവാസത്തെ മൂടി. ഇല്ലേ? ദൈവ തേജസ് ഇറങ്ങി വന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമാർ വഴി നടത്തി. ഈ മേഘം നമ്മുടെ വീട്ടിൽ വരും ഒരു ദിവസം. എപ്പോഴാ ജറമേ? എപ്പോഴാ വരുന്നേ? എപ്പോഴാ വരുന്നേ? വീട്ടിൽ വരും. കാഹളം ധ്വനിക്കുമ്പോൾ, രൂപാന്തരം പ്രാപിക്കുമ്പോൾ, മേഘത്തിൽ ആകാശത്തിലേക്ക് കർത്താവിനെതിരേൽപ്പാൻ എടുക്കപ്പെടും. മനസ്സിലായോ? ഈ മേഘം എപ്പോഴാ വീട്ടിൽ വരുന്നേ? നമ്മൾ എടുക്കപ്പെടണ്ടേ? ഒന്ന് വായിക്കാമോ വാക്യം? തെസ്സലോനിക്കർ 4-ന്റെ 16. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അപ്പൊ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഓഫീസിലാണെങ്കിൽ അവിടെ രൂപാന്തരപ്പെടുമ്പോൾ, വീട്ടിലാണെങ്കിൽ അവിടെ. ഈ മേഘങ്ങളിൽ എടുക്കപ്പെടും. എങ്ങോട്ടേക്ക്? ആകാശത്തിൽ കർത്താവിനെതിരെ. അല്ലെ? ആരാണ്? യേശുവിനെ പോലെ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീർന്നവർ. അല്ലെ? അങ്ങനെ ആയിത്തീരാനാണ് നമ്മൾ ഇത് ഓട്ടപ്രദക്ഷിണം പോലെ പഠിച്ചത്. ഇതുകൊണ്ടൊന്നും ആയില്ല കേട്ടോ, ഓടിച്ചു പറഞ്ഞെന്ന് മാത്രമല്ല. അപ്പൊ നമ്മുടെ തേജസ് പ്രാപിക്കാനുള്ള ഓരോ ഘട്ടങ്ങളാണ് പറയുന്നത്. ഈ ഓരോ ഘട്ടത്തിലും നമുക്ക് ഓരോ വസ്ത്രങ്ങൾ ലഭിക്കുകയാണ്. ഇല്ലേ? ജോയ് ബ്രദർ പറഞ്ഞു നമ്മുടെ ശരീരത്തിന് വസ്ത്രം ഉണ്ടെന്ന്. പുറമേയുള്ള ശരീരത്തിനാണ് വസ്ത്രം, അകമയുള്ള ശരീരത്തിനുള്ള വസ്ത്രം വേറെയാണ്. രക്ഷയുടെ വസ്ത്രം. ഇല്ലേ? രക്ഷിക്കപ്പെടുമ്പോൾ രക്ഷയുടെ വസ്ത്രം, സ്നാനപ്പെടുമ്പോഴോ നീതി നടപ്പിലാക്കുന്ന നീതിയിൽ നങ്കി, പരിശുദ്ധാഭിഷേകം പ്രാപിക്കുമ്പോൾ പൊൻകസവിന്റെ വസ്ത്രം. അങ്ങനെ ഓരോരോ വസ്ത്രങ്ങൾ നമുക്ക് ആ ഒരു പാട്ടുണ്ട് അങ്ങനെ. അല്ലേ? ദൈവത്തിൻ സുതനാം ആദാം പാപത്താൽ തേജസ്സിൻ വസ്ത്രം കളഞ്ഞു, പാപത്തഴീവനെയും പ്രിയൻ ധരിപ്പിച്ചു രക്ഷാവസ്ത്രം. രക്ഷിക്കപ്പെടുമ്പോൾ ആ രക്ഷയുടെ വസ്ത്രം കിട്ടുവാണ്. ഏതാൻ തോട്ടത്തിൽ തേജസ്സിന്റെ വസ്ത്രം ഉണ്ടായിരുന്നത് ഏതാം കളഞ്ഞു കുളിച്ചു, ഹവ്വായും കളഞ്ഞു കുളിച്ചു. അല്ലേ? അങ്ങനെ നമ്മുടെ ആത്മാവിന്റെ വസ്ത്രം ഇല്ലാത്തവരായിട്ട് ജീവിച്ചു.
രക്ഷയുടെ സുവിശേഷം കേട്ട് നാം രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ രക്ഷയുടെ വസ്ത്രം ഓരോ പടികളിൽ കിടക്കുമ്പോൾ ഓരോ വസ്ത്രവും നമുക്ക് ലഭിക്കുകയാണ്. ആത്മാവിന്റെ വസ്ത്രം ഇല്ലേ? അങ്ങനെ വസ്ത്രം ലഭിക്കാത്തവർ അവർക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതിനെക്കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൽ 12:1 പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. അപ്പൊ പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നു. ചിലർ നിത്യജീവനായിട്ട് ഉണരും, ചിലർ നിത്യനിന്ദയ്ക്കും ലജ്ജയ്ക്കുമായിട്ട് ഉണരും. എന്താണ് അവരുടെ ലജ്ജ? കർത്താവ് യേശു ക്രിസ്തു വെളിപ്പാട് ദിവസത്തിൽ പറഞ്ഞു, എന്താണ്? തന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം തന്റെ വസ്ത്രം ഉടുപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഈ ഉടുപ്പ് നമ്മൾ സൂക്ഷിച്ചുകൊള്ളണം. കർത്താവ് തന്ന എല്ലാ ഉടുപ്പുകളും സൂക്ഷിച്ചുകൊള്ളണം. രക്ഷയുടെ വസ്ത്രവും നീതിനങ്കി ബാക്കിയുള്ള എല്ലാ വസ്ത്രങ്ങളും നമ്മൾ സൂക്ഷിച്ചുകൊള്ളണം. അല്ലെങ്കിൽ നമ്മുടെ നഗ്നതയുടെ ലജ്ജ വെളിവാകും. അകത്തെ മനുഷ്യൻ വസ്ത്രമില്ലാത്തവനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ ഈ ശരീരത്തിന് വീണ്ടെടുപ്പില്ലാത്തവനായി എല്ലാ പാപവും രേഖപ്പെടുത്തപ്പെട്ടവനായിട്ടാണ് ന്യായവിധിയുടെ സിംഹാസനത്തിന് മുമ്പിൽ അവർ വരുന്നത്. അതാണ് നിത്യനിന്ദയ്ക്കും ലജ്ജയ്ക്കുമായിട്ട് വരുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. രക്ഷിക്കപ്പെടാത്തവന്റെ അവസ്ഥ, അല്ലെ പിന്മാറിപ്പോയവന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. അവരുടെയൊക്കെ വിചാരം ഇപ്പൊ ഭൂമിയിൽ അങ്ങ് മാന്യനായിട്ട് ജീവിക്കാമെന്നാണ്. ചിലപ്പോ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും പിന്മാറിപ്പോകുന്നത്. ആഭരണ കൊതി കൊണ്ടായിരിക്കും, സിനിമ കാണാനുള്ള കൊതി കൊണ്ടായിരിക്കും, ലഹരി ഉപയോഗിക്കാനുള്ള കൊതി കൊണ്ടായിരിക്കും. അങ്ങനെ അങ്ങ് പിന്മാറിപ്പോകും. പക്ഷെ അവരുടെ എല്ലാം വിചാരം ഭൂമിയിൽ വലിയ നേതാവാകാമെന്ന്, രക്ഷപ്പെടാമെന്ന്. പക്ഷെ ഒരു ദിവസമുണ്ട് ഇല്ലേ, കല്ലറകളിലുള്ളവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായി, തിന്മ ചെയ്തവർ ന്യായവിധിക്കായി പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അത് മാറ്റിവെക്കാൻ കഴിയില്ല. കാരണം ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അപ്പൊ ദൈവമക്കളെ സംബന്ധിച്ച് എന്താണ് പിതാവിന്റെ ആഗ്രഹം? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ 2 തെസ്സലോനിക്കർ 2:14 യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാൻ ഇല്ലേ? സൂര്യനെ പോലെ അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ ശോഭിക്കാൻ. നമ്മൾ ആരും മോശക്കാരല്ല, മനസ്സിലായോ? സൂര്യനെ പോലെ ശോഭിക്കും നമ്മൾ. എന്നിട്ട് എന്ത് സംഭവിക്കും? റോമാലേഖനം 8 വായിക്കുമ്പോൾ കാണാം, സൃഷ്ടി ദാസ്യത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈറ്റുന്നവോടെ. വായിക്കാമോ? 8:20 സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവ്വ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. സർവ്വ സൃഷ്ടിയും ആദാം പാപം ചെയ്ത് ഭൂമി ശപിക്കപ്പെട്ടതോടുകൂടി എല്ലാ സൃഷ്ടിജാലങ്ങളും ശാപത്തിന്റെ കീഴിലായി പോയി. അവരെല്ലാം ദ്രവത്വത്തിന്റെ കീഴിലായി പോയി. നമ്മുടെ ശരീരം ദ്രവത്വം ഉള്ളതായി. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു അല്ലേ? അങ്ങനെയാണ് ഈ ശരീരം ഓരോ ദിവസവും കേടുപാട് സംഭവിച്ചു ഈ ശരീരം ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശരീരമാണ്. അങ്ങനെ ദ്രവത്വത്തിന്റെ അവസാനമായി നമ്മൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ ഈ എല്ലാ സൃഷ്ടികളും അങ്ങനെയാണ്. അപ്പൊ നമ്മളൊരു മാവ് തട്ടാൽ തന്നെ കുറച്ച് 1000 മാവ് പിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാ? 100-150 ആയിരിക്കും കിട്ടുന്നത്. മാവ് കാരണം കരയോ? എന്നെ കണ്ട് പറ്റുന്നില്ല സഹോദര. ഒരു മൃഗങ്ങൾ പോലും നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളൊന്ന് വെളിപ്പെട്ടാൽ മതിയായിരുന്നു അല്ലേ? സർവ സൃഷ്ടിയുമിട്ടുനോവായി കാത്തിരിക്കുന്നേ തേജസ്സിൻ തനയന്മാർ വെളിപ്പെടുവാൻ. കേട്ടിട്ടില്ലേ? തേജസ്സിന്റെ തനയന്മാർ, പുത്രന്മാർ വെളിപ്പെടുന്നതിന് വേണ്ടി സർവ്വ സൃഷ്ടിയും മീറ്റുന്നവോടെ കാത്തിരിക്കുകയാണ്. ഒരു ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ അതുപോലെ ദുഃഖത്തോടുകൂടി ഈ സൃഷ്ടികളെല്ലാം കാത്തിരിക്കുക. നമ്മളൊന്ന് വെളിപ്പെട്ടാൽ മതിയായിരുന്നു എന്ന്. അപ്പൊ നമ്മൾ തേജസ്സോടുകൂടി എടുക്കപ്പെട്ട് കഴിഞ്ഞ് പിന്നീട് ഭൂമിയിലേക്ക് 1000 ആണ്ട് വീഴ്ചയ്ക്ക് വേണ്ടി വരുമ്പോൾ നമ്മുടെ തേജസ് തട്ടുമ്പോൾ, സൂര്യനെ പോലുള്ള തേജസ് തട്ടുമ്പോൾ മാത്രമാണ് ഈ സൃഷ്ടികൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്, ദ്രവത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പുതിയ യെരൂശലേമിൽ തേജസ്സോടുകൂടെ വാഴും. അവിടെ അന്ന് വെളിപ്പാട് പുസ്തകം 21:23, 22:5 2 വാക്യം വായിക്കണം. 21:23, 22:5. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്ക് ആകുന്നു. 22:5. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. നമ്മൾ അവിടെ സൂര്യനെ പോലെ ശോഭിക്കും. തേജസ്സോടെ, തേജസ്സിന്റെ പട്ടണത്തിലേക്കാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഈ ഭൂമി തന്നെയും കത്തിച്ചു കളയാനുള്ളതാണ്. നമ്മൾ വിളിച്ചിരിക്കുന്നത് എങ്ങോട്ടാ? തേജസ്സിന്റെ പട്ടണത്തിലേക്ക്, തേജസ്സുള്ളവരെ മാറുന്നതിന് വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ തെരുവിൽ നിന്ന് സുവിശേഷം വിളിച്ചുള്ള നിസ്സാര കാര്യമല്ല.
കേട്ടോ. ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണ്. നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടല്ല വിളിച്ചത്. അതിനുള്ള പടികളാണ് നമ്മളിപ്പോ പറഞ്ഞത്. മനസ്സിലായി? അത് തേജസ്സിന്റെ പട്ടണത്തിൽ ചെല്ലും അല്ലേ? നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ, എങ്ങനെയാണത്? സൂര്യപ്രഭയെ വെല്ലും തേജസ്സോടെ വാഴുമൻ പ്രിയൻ കൂടെ ഞാനും സൂര്യതുല്യനാ. നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി കരുതുന്ന എത്ര വലിയ കാര്യങ്ങളാണ് അല്ലേ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുണ്ട്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഈ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഒരു തേജസ്സിന്റെ ശുശ്രൂഷ ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട് അല്ലേ? തേജസ്സിന്റെ ശുശ്രൂഷ, അതൊന്നും വിവരിക്കാൻ ഇപ്പൊ സമയമില്ല, ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മോട് കരുണ കാണിക്കണം. നമ്മളെല്ലാവരും തേജസ്സിന്റെ പട്ടണത്തിലെത്തണം. തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കണതിനായി സ്തോത്രം ചെയ്യാം. പൂകിടുമ്പോൾ ഞാനും തേജസ്സായി മാറും. കുഞ്ഞടാം വിളക്കാൽ ശോഭിക്കും പുരിയിൽ പൂകിടുമ്പോൾ ഞാനും തേജസ്സായി മാറും. സൂര്യപ്രഭയെല്ലാം തേജസ്സോടെ വാഴും എൻ പ്രിയൻ കൂടെ ഞാനും സൂര്യതുല്യനാകും. സൂര്യപ്രഭയെല്ലാം തേജസ്സോടെ വാഴും എൻ പ്രിയൻ കൂടെ ഞാനും സൂര്യതുല്യനാകും.